ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വലിയ സാമ്പത്തിക തകർച്ചകളിലൂടെ കടന്നുപോകുന്ന മക്കളുണ്ടെങ്കിൽ 9 ദിവസം ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്കായി പുതിയ വഴികൾ തുറന്നു തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 145 അധ്യായം 13 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവർത്തികളിൽ കാരുണ്യവാനുമാണ്. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. എല്ലാവരും അങ്ങയിൽ ദൃഷ്ടി പതിച്ചിരിക്കുന്നു. അങ്ങ് അവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു. എല്ലാവരും സംതൃപ്തരാകുന്നു. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. സങ്കീർത്തന പ്രാർത്ഥന. കർത്താവേ, ആകാശവും ഭൂമിയും അതിലുള്ള സകലതും അങ്ങയുടേതാകുന്നു. സകല സമ്പത്തിൻ്റെയും ഉടയവനും അവിടുന്ന് തന്നെ. ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും എന്നെ സംരക്ഷിച്ച അങ്ങയുടെ പരിപാലനയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, നീ നൽകിയ എല്ലാറ്റിനെയും പ്രതി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മുന്നിൽ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊള്ളട്ടെ. ഉന്നതത്തിൽ നിന്നും ചെവി ചായ്ച്ചു കേട്ട് എൻ്റെ ദുരിതങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ആമേൻ. അല്പസമയം നിശബ്ദമായി നിങ്ങളുടെ ആഗ്രഹങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുക. തോബിത്തിന്റെ പുസ്തകം 4 അധ്യായം 5 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവർത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ. അനീതി പ്രവർത്തിക്കരുത്. നിന്റെ പ്രവർത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും. നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്. അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക. കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടിവെക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നത്. എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു. ദാനധർമ്മം അത്യുന്നതന്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. ദൈവമായ കർത്താവിന് സ്തുതി. പ്രതിവചനം. നീ പാപത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. തോബിത്തിന്റെ പുസ്തകം 4 അധ്യായം 21 തിരുവചനം. നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. ലുത്തിനിയ. അബ്രാഹത്തെ അനുഗ്രഹിച്ച കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇസഹാക്കിനെ അനുഗ്രഹിച്ച കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യാക്കോബിനെ അനുഗ്രഹിച്ച കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജോബിനെ തകർച്ചകളിൽ നിന്നും രക്ഷിച്ച കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. റൂത്തിനെ ഐശ്വര്യപ്പെടുത്തിയ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദാവീദിനെ മഹോന്നതനാക്കിയ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സോളമനെ മഹത്വപ്പെടുത്തിയ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വീണുപോയവരെ വീണ്ടെടുക്കുന്ന കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കരയുന്നവരെ ആശ്വസിപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പീഡിതരുടെ ആശ്വാസമായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തകർന്നവരെ വീണ്ടും പണിതുയർത്തുന്ന കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുമെന്നരുളിയ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അന്വേഷിക്കുവിൻ, കണ്ടെത്തുമെന്നരുളിയ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
മുട്ടുവിൻ തുറക്കപ്പെടുമെന്നരുളിയ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എന്നെ വിളിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളുമെന്നരുളിയ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം ലഭിക്കുമെന്ന് പഠിപ്പിച്ച കർത്താവേ, അങ്ങേ ശക്തിയിലും കാരുണ്യത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് അങ്ങ് കടന്നു വരണമേ. ചെങ്കടലിന്റെ തീരത്ത് വഴിമുട്ടി നിന്ന ഇസ്രായേൽക്കാർക്ക് മുന്നോട്ടു പോകുന്നതിനു വേണ്ടി കടലിന്റെ നടുവിലൂടെ വഴിയൊരുക്കിയ ദൈവമേ, ഞങ്ങൾക്കും മുന്നോട്ടു പോകാനായി ഒരു വഴി തുറക്കണമേ. കടബാധ്യതകളുടെയും സാമ്പത്തിക ആവശ്യങ്ങളുടെയും മുന്നിൽ നിസ്സഹായരായി നിൽക്കുന്ന അങ്ങയുടെ മക്കളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്ന് നമുക്ക് സമർപ്പിക്കാം. സ്വർഗീയ പിതാവായ ദൈവമേ, സാമ്പത്തിക മേഖലയിൽ സംഭവിച്ചിട്ടുള്ള തെറ്റുകൾക്കായി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. അലസത, ആഡംബരം, അനാവശ്യ ചെലവുകൾ, അമിതാവേശം വഴിയുള്ള തെറ്റായ തീരുമാനങ്ങൾ, ഇവയെല്ലാം ഒഴിവാക്കാനായി ഞങ്ങൾ തീരുമാനിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളുടെയും പൂർവികരുടെയും ജീവിതത്തിലെ തെറ്റുകൾക്കും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങേ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പുണ്യയോഗ്യതകളെ പ്രതി ഈ പ്രാർത്ഥനകൾ കേട്ടരുളേണമേ. ആമേൻ. അത്യുന്നതനായ ദൈവം നമ്മെ കാത്തുപരിപാലിക്കട്ടെ. ആമേൻ. കർത്താവായ യേശുവിൻ്റെ കൃപ നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ വഴികാട്ടൽ നമ്മുടെ പ്രവർത്തികളിലെല്ലാം ഉണ്ടാകട്ടെ. ആമേൻ.